നവോദയ സെലക്ഷൻ ടെസ്റ്റ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രാക്ഷൻ നമ്പറിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. 2007 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിംപ്ലിഫിക്കേഷനാണ്. 5 മൈനസ് 2 and 1/2 മൈനസ് 3/4 പ്ലസ് 3 1/2 മൈനസ് 1/4. ഇതിനെ ആദ്യം ഇംപ്രോപ്പർ ആക്കണം. ഇത് ചെയ്യുന്നതിന് ആദ്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മളതിനെ ഇംപ്രോപ്പർ ആക്കണം. ഇംപ്രോപ്പർ ആക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇംപ്രോപ്പർ ആക്കാൻ 5 അവിടെ തന്നെ ഇടുക. 5 മൈനസ് 2 1/2 2 × 2 4 4 പ്ലസ് 1 5 5/2. ഇംപ്രോപ്പർ ആക്കാൻ ഞാൻ മുമ്പ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. 3/4 പ്ലസ് 3 × 2 6 6 പ്ലസ് 1 7 പ്ലസ് 7/2 മൈനസ് 1 4s are 4 4 പ്ലസ് 1 5 5/4. ഇത് അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ ഇടുക. ഇനി LCM കാണണം. 2-ൻ്റെയും 4-ൻ്റെയും LCM ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആണ്. അതുകൊണ്ട് LCM കാണുക. 1 2. ഇപ്പോൾ LCM ഈസ് ഈക്വൽ ടു 2 × 2 ഈസ് ഈക്വൽ ടു 4 വരും. ഇനി LCMൻ്റെ തുല്യമാക്കണം. 5 ഇവിടെ തന്നെ നിൽക്കട്ടെ. 5 മൈനസ് ഇനി 2/4നെ 5/2വിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ 4 കിട്ടുമെന്ന് നോക്കാം. എന്ത് ചെയ്യണം? അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം മാറ്റി ചെയ്യാം. അപ്പോൾ 5/2വിനെ 5/2 അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് എന്തായി മാറും? 10/4 ആകും. മൈനസ് 3/4. അത് അതുപോലെ തന്നെ ഇടുക. ഇനി പ്ലസ് 7/2. ഇതിനെ എന്ത് ചെയ്യണം? 4 ആക്കണം. ഇപ്പം 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 4 ആകും. ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. മൈനസ് 5/4. ഇപ്പം ഡിനോമിനേറ്റർ ഈക്വൽ ആകും. അപ്പം നമുക്ക് ചെയ്യാം. 5 മൈനസ് ഈ 5 ബ്രാക്കറ്റിൻ്റെ പുറത്ത് കിടക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതിനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പം 5 × 2 10 10/4 മൈനസ് 3/4. ഇപ്പം ഡിനോമിനേറ്റർ ഈക്വലായി. നമ്മൾ LCM കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ പ്ലസ് 7 × 2 14. 14/4 മൈനസ് 5/4. അപ്പോൾ ഇത് ബ്രാക്കറ്റിനുള്ള ഉള്ളിലുള്ളത് മാറ്റി പുറത്തിറങ്ങുക. 5 മൈനസ് 10 ൽ 3 പോയാൽ 7/4 7/4 പ്ലസ് 14 ൽ 5 പോയാൽ 9/4. ഇനി ഇവിടെ പ്ലസും 5 എന്നുള്ള പ്ലസ്സാണ്. ഇത് 9/4 എന്ന് പറയുന്നത് പ്ലസ് അതിനുള്ളതുകൊണ്ട് പ്ലസ് ആണ്. അപ്പോൾ 5ൻ്റെ കൂട്ടത്തിൽ അത് കൂട്ടുക. 5 പ്ലസ് 9/4 മൈനസ് 7/4. അപ്പോൾ 5നോടുകൂടി 2 കൂട്ടിയാൽ 7. ഇനി ഈ 9/4നെ നമുക്കൊന്ന് ചെറുതാക്കിയെടുക്കാം. 5 മൈനസ് 9/4നെ നമുക്ക് എന്താ ഇത് ഇംപ്രോപ്പർ ആണല്ലോ. ഇതിനെ മിക്സഡ് ആക്കി എടുക്കാം. 9/4 ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ എത്ര വരും? 4 2s are 8 റിമൈൻഡർ 1. അപ്പോൾ 5 പ്ലസ് 2 1/4 മൈനസ് ഇനി 7നെ എന്ത് ചെയ്യണം? 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 1 4s are 4 റിമൈൻഡർ 3 വരും. അപ്പോൾ എങ്ങനെ എഴുതണം? 1 3/4. ഇനി 5നോടുകൂടി 2 1/4 കൂട്ടി എത്ര വരും? 7 1/4 മൈനസ് 1 3/4. അപ്പോൾ 7 1/4നെ വീണ്ടും എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ആക്കണം. 4 2s are 4 കൂടെ 4 7 കൂടെ ഇൻറ്റു ചെയ്യണം. 4 7s are 28 28 പ്ലസ് 1 29 29/4 മൈനസ് 1 4s are 4 4 plus
3 7/4. അപ്പോൾ 29/4 നിന്ന് 7/4 പോയാൽ 22/4 വരും. അപ്പം നമുക്കിതിനെ എന്താക്കാം? ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് ആൻസർ കിടക്കുന്നത്. അപ്പോൾ 22 ഡിവൈഡഡ് ബൈ 4, 22നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 4 5s are 20, റിമൈൻഡർ 2 വരും. അപ്പോൾ ആൻസർ 5 2/4 എന്ന് വരും. ഇനി 2/4നെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. 2/4നെ വീണ്ടും ചെറുതാക്കുമ്പം ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര? 2ൽ 2 1 ടൈം, ദെൻ 4ൽ 2 ടൈംസ്. അപ്പം ഫൈനൽ ആൻസർ എത്ര വരും? 5 1/2 എന്ന് വരും. അതാണ് ഇവിടെ 5.5 ഇവിടെ എഴുതിക്കണം. 5 1/2 ആണ് ഇവിടെ ആൻസർ. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം അത്രയും വലുതാണ് സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് ശീലിക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത് മനസ്സിലാകത്തിൽ നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാലേ ഇത് ശരിയാവത്തുള്ളൂ. കാരണം എല്ലാ വർഷങ്ങളിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത് കേട്ടോ. താങ്ക് യു.